നമസ്കാരം. ഫുട്ബോൾ കേവലം ഒരു 90 മിനിറ്റ് നീളുന്ന കായിക വിനോദം മാത്രമല്ല എന്നും അത് ചിലപ്പോഴൊക്കെ രാജ്യങ്ങളുടെ അന്തസ്സും ചരിത്രത്തിലെ മുറിവുകളും പ്രതിഫലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ വേദിയായി മാറാറുണ്ട് എന്നും തെളിയിക്കുന്നതാണ് ഈ അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഫുട്ബോൾ മത്സരങ്ങൾ. ലോകകപ്പ് ഫുട്ബോളിൻ്റെ സെമി ഫൈനലിൽ ഇരു രാജ്യങ്ങളും വീണ്ടും മുഖാമുഖം വരുമ്പോൾ അത് കേവലം ഒരു സെമി ഫൈനൽ മത്സരം എന്നതിനുമപ്പുറം വലിയൊരു വൈകാരിക പോരാട്ടമായിട്ടാണ് ഇരുപക്ഷത്തും ചർച്ച ചെയ്യപ്പെടുന്നത്. സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തി അർജൻറ്റീന ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ലയണൽ മെസ്സിയും കൂട്ടരും പാടിയ ദി ഫോർത്ത് സ്റ്റാർ എന്ന അർജൻറ്റീനയുടെ അനൗദ്യോഗിക ലോകകപ്പ് ഗാനം ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. മാൽവിനാസസിന് വേണ്ടിയും ഡീഗോയ്ക്ക് വേണ്ടിയുമെന്ന് ഉറക്കെ ചൊല്ലിയ അർജൻറ്റീന താരങ്ങളുടെ വാക്കുകൾ 1982 ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഫോക്ലൻഡ് യുദ്ധത്തിൻ്റെ ഓർമ്മകളെയും ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ സ്മരണകളെയും ഒരേ സമയം ഉണർത്തുന്നതായിരുന്നു. ഈ കായിക വൈരത്തിന് ഏകദേശം 4 പതിറ്റാണ്ടിൻ്റെ ചരിത്ര പഴക്കമുണ്ട്. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഡീഗോ മറഡോണയുടെ പ്രസിദ്ധമായ ദൈവത്തിൻ്റെ കൈ ഗോളും അതിനുശേഷം ഇംഗ്ലീഷ് പ്രതിരോധ നിരയെ ഒന്നടങ്കം വെട്ടിച്ച് അദ്ദേഹം നേടിയ നൂറ്റാണ്ടിൻ്റെ ഗോളും പിറന്നത് ഫോക്ലൻഡ് യുദ്ധം കഴിഞ്ഞ് വെറും 4 വർഷം പിന്നിട്ടപ്പോഴായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അർജൻറ്റീന നേടിയ ആ വിജയം കേവലം ഒരു കളിയിലെ ജയമായിരുന്നില്ല, മറിച്ച് യുദ്ധത്തിൽ തങ്ങൾക്കേറ്റ മുറിവുകൾക്കുള്ള ഒരു വലിയ ഔഷധമായിട്ടാണ് അർജൻറ്റീനയിലെ ജനങ്ങൾ അതിനെ കണ്ടത്. യുദ്ധത്തിന് ചില നിയമങ്ങളോ റഫറിമാരോ ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ ഫുട്ബോളിൽ കൃത്യമായ നിയമങ്ങളുണ്ടെന്നും ഓർപ്പിക്കുന്നതാണ് ഈ പോരാട്ടം. ബ്രിട്ടൻ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച് ജനറൽ ബെൽഗ്രാനോ എന്ന അർജൻറ്റീനയുടെ കപ്പൽ മുക്കിയപ്പോൾ 323 നാവികരാണ് അന്ന് കൊല്ലപ്പെടുന്നത്. ആ യുദ്ധത്തിൻ്റെ വേദനയും പ്രതികാര ചിന്തയും ഉള്ളിലൊതുക്കിയാണ് മറഡോണ അന്ന് കളിക്കളത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്തത്. സമീപകാലത്തെ മത്സരങ്ങളിലും അർജൻറ്റീനയിലെ മാധ്യമങ്ങളും ആരാധകരും ഈ പ്രതീകാത്മകതയെ വീണ്ടും സജീവമാക്കി നിലനിർത്തുന്നുണ്ട്. അർജൻറ്റീനയും ഇംഗ്ലീഷ് കടൽക്കൊള്ളക്കാരും തമ്മിലുള്ള പോരാട്ടം, മെസ്സിയിലെ എം എന്നാൽ മാൽവിനാസ് എന്നിങ്ങനെയുള്ള കടുത്ത തലക്കെട്ടുകളാണ് അർജൻറ്റീനിയൻ ചാനലുകൾ ഈ മത്സരത്തെ വരവേൽക്കുന്നത്. 1986 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചപ്പോൾ ധരിച്ച അതേ നീല ജേഴ്സിയിലാണ് ഇത്തവണയും അർജൻറ്റീന കളത്തിലിറങ്ങുന്നത്. ഇത് തങ്ങൾക്ക് അനുകൂലമായ ഒരു ശുഭസൂചനയായി അവർ വിലയിരുത്തുന്നു. കൂടാതെ അർജൻറ്റീനയിലെ ആഭ്യന്തര രാഷ്ട്രീയ പശ്ചാത്തലവും ഈ മത്സരത്തെ സ്വാധീനിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറെ പരസ്യമായി പുകഴ്ത്തുന്ന അർജൻറ്റീനയുടെ ഇപ്പോഴത്തെ തീവ്ര വലതുപക്ഷ പ്രസിഡന്റ് ഹാവിയർ മിലയോടുള്ള ജനങ്ങളുടെ രാഷ്ട്രീയമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വഴി കൂടിയായിട്ടാണ് പലരും ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ കളിയെ കാണുന്നത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നത് മിലയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള ജനങ്ങളുടെ തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അർജൻറ്റീനയിലെ കുട്ടികളെ ചെറുപ്പം മുതലേ മാൽവിനാസ് ദ്വീപുകൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട ഒരു ഭൂപ്രദേശത്തിനുമേലുള്ള അവകാശവാദം ഇന്നും സജീവമായി നിലനിർത്തുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് അർജൻറ്റീന. അതുകൊണ്ട് തന്നെ അവരുടെ ദേശീയ സ്വത്വത്തിൻ്റെ ഭാഗമാണ് ഈ വിഷയം. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് മുൻപ് ഈ ദ്വീപുകളെക്കുറിച്ച് അവർ അധികം ചിന്തിച്ചിരുന്നില്ലെങ്കിലും 1986 ആ ചരിത്ര മത്സരത്തിന് ശേഷം ഫുട്ബോൾ കളിക്കളത്തിൽ അർജൻറ്റീന ഉയർത്തുന്ന വെല്ലുവിളി അവരും ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇംഗ്ലണ്ട് താരം ഗാരി ലൈനേക്കർ തൻ്റെ പോഡ്കാസ്റ്റിൽ ഈ ദ്വീപുകളുടെ അർജൻറ്റീനിയൻ പേരായ മാൽവിനാസ് എന്ന് പരാമർശിച്ചതുപോലും ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഉപസംഹാരമായി പറയുകയാണെങ്കിൽ കളിക്കളത്തിന് പുറത്ത് രാഷ്ട്രീയവും ചരിത്രപരമായ ശത്രുതയും പുകയുമ്പോഴും കളിക്കാർ ഇതിനെ ഒരു ഫുട്ബോൾ മത്സരമായി മാത്രം കാണാനാണ് ആഗ്രഹിക്കുന്നത്. അർജൻറ്റീന താരം ലിയോണാർഡോ പെരഡസ് വ്യക്തമാക്കിയതുപോലെ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അവർക്കറിയാം. എങ്കിലും ഇതൊരു ഫുട്ബോൾ മത്സരമാണെന്നും അതിനെ നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ നേരിടാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് ടീമിൻ്റെ നിലപാട്. എങ്കിലും ചരിത്രത്തിലെ യുദ്ധസ്മരണകളും മറഡോണ എന്ന ഇതിഹാസത്തിൻ്റെ ഓർമ്മകളും ഇരു കൂട്ടരുടെയും ആരാധകരുടെ ഹൃദയങ്ങളിൽ ഈ മത്സരത്തെ കേവലം ഒരു കളി എന്നതിനുമപ്പുറം രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാനുള്ള ഒരു മഹാപോരാട്ടമാക്കി മാറ്റി തീർക്കുന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.